നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിതാ 2 ദിവസം പിള്ളേർക്ക് ലീവായതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടാകുമ്പോൾ അച്ഛൻ കണ്ടത്തിൽ നട്ടിയൊക്കെ നട്ടിട്ടുണ്ട്. എല്ലാ വർഷവും നടാറുണ്ട്. വെള്ളരിയും കക്കിരിയും വഴുതനങ്ങയും അങ്ങനെ ഒത്തിരി പച്ചക്കറികൾ നടാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് നട്ടിട്ടുണ്ട്. അപ്പം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും വേറെ വീട്ടിനടുത്തുള്ള ഒരാളും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയും കൂടിയും പുറകെ പോയി. പിള്ളേരുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ടില്ലേ, കുറച്ച് കുഴിയെടുത്തിട്ട് അതിനകത്തേക്ക് ഇപ്പം നട്ട് വെച്ചിട്ടുണ്ട്. ചെറുതൊക്കെ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട്. ഇത് വെള്ളരിയാണ് കേട്ടോ. ഒരു വശത്ത് അങ്ങപ്പുറത്ത് കക്കിരിയുണ്ട്. പിന്നെ തോട്ടിൻ്റെ അപ്പുറത്തെ വശത്ത് വഴുതിനിയും അതൊക്കെ നട്ടിട്ടുണ്ട്. അങ്ങോട്ട് ഞാൻ പിന്നെ പോയിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഇല്ല. അപ്പോൾ ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെന്താ എന്ന് പറയുക, ഇപ്പം കണ്ടില്ലേ മൊത്തം വയലിൻ്റെ ഇതായതുകൊണ്ട് പുല്ലുണ്ടാവും, കാണുന്നില്ലേ? അതൊക്കെ മാറ്റി കിളച്ചു കൊടുക്കണം. ഭയങ്കര നട്ടാൽ പോരാ, അതിനെ അതുപോലെ മക്കളെ നോക്കണ പോലെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ബലം കിട്ടുള്ളൂ. അപ്പം പോയപ്പാട് എനിക്ക് ലേശം പണി കിട്ടിയിട്ടാ. എന്താ വെച്ചാൽ നമ്മൾ നട്ടതിന് ഇപ്പം നീളം വെക്കുകയാണല്ലോ. നീളം വെക്കുന്ന സമയത്ത് അത് ഇതായി പോവും. തണ്ട് നമുക്ക് വെള്ളമൊക്കെ നനച്ച് കൊടുക്കുമ്പോഴേക്കും തണ്ട് ഇത് വീണ് പോവും. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കൈവളം ഇട്ട് കൊടുക്കണം. കൈവളം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് തന്നെ കൊത്തിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഓരോ തടത്തിലും കുറച്ചായിട്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അമ്മേൻ്റെ കൈക്ക് ചെറിയൊരു മുറിവ് പറ്റിയതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല. അമ്മ അടുത്ത കൈ കൊണ്ട് ഇങ്ങനെ പൂച്ചയൊക്കെ മാന്തണ പോലെ മാന്തി ഇടുന്നുണ്ട്. എന്നാലും ഒരു ഹെൽപ്പ് വേണമല്ലോ. അത്യാവശ്യം വെള്ളം നനക്കാനൊക്കെ കിട്ടും. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും മഴേൻ്റെ സമയമെല്ലാം ആവുമല്ലോ. അല്ല, അതിന് മുന്നേ ചിലപ്പം വിളവെടുക്കാൻ പറ്റുമായിരിക്കും. എനിക്ക് ഈ മാസവും കണക്കൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ അതിൽ വലിയ പറയുന്നില്ല എന്തായാലും. അപ്പോൾ എല്ലാ വർഷവും അച്ഛന് ഈ പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എതിർത്തൊന്നും പറയാനും പറ്റില്ല. അതായത് അച്ഛന് ഉഷാറാണ്. കാരണം എന്താ പറയുക, നടാനും അത് ഉണ്ടാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളെ ഇതുപോലെ നോക്കാറില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ അമ്മാതിരി പ്രാന്താണ് മൂപ്പർക്ക്. വീട്ടിൽ മുമ്പിൽ പറ്റുന്ന പോലെ വലയൊക്കെ ഇട്ടിട്ട് വേറെ പച്ചക്കറികളുണ്ട് അത്യാവശ്യം. അതുപോലെ വയലിലും പിന്നെ അമ്മയുണ്ട്. ഞാനിപ്പോൾ അതിനിടയ്ക്ക് പിള്ളേരാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു മതിയടി. പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് യൂട്യൂബിൽ ഇടാമല്ലോ എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ അവന്മാരെല്ലാം കൂടി എന്താ പറയുക കണ്ടത്ത് ഇങ്ങനെ കുരുത്തക്കേട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത്യാവശ്യം എന്താ പറയുക തോട്ടിൽ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെ വല്ലപ്പോഴൊക്കെയല്ലേ വരുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയതാരും നമ്മുടെ ചാനൽ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.